ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ വായ 2ൻ്റെ റിവ്യൂ ആണ്. സാധാരണ ഞാൻ മൂവീസിൻ്റെ റിവ്യൂ നമ്മൾ വ്ളോഗിൻ്റെ എൻഡിലായിട്ടാണ് കൊടുക്കുക. ആദ്യമായിട്ടാണ് ഞാൻ മൂവീൻ്റെ റിവ്യൂ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. അതായത് വായ 2നെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് നമ്മളെ ഇമോഷണലി ആയിട്ട് നമുക്ക് കുറേ കണക്റ്റ് ആവുന്ന കുറേ സീൻസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അതായത് അച്ഛനും മകനും കൂടിയുള്ള ബന്ധം, അതേമാതിരിക്ക് സഹോദരനും സഹോദരിമാർക്ക് കൂടിയുള്ള ബന്ധം, അതായത് ആങ്ങളി പെങ്ങളിലുള്ള ഒരു ബന്ധമുണ്ട്. അതുപോലെ പിന്നെ പറയുന്ന സുഹൃത്ത് ബന്ധങ്ങൾ, അതായത് കൂടുതൽ നമുക്ക് ഇമോഷണലി ആയിട്ട് നമുക്ക് കണക്റ്റ് ആവണം. അതായത് നമ്മളൊരു മൂവി ഇറങ്ങിയെന്ന് തന്നെ പറയാം. അതായത് നമ്മളെ ഒരു മൂവി ഇറങ്ങിയെന്ന് തന്നെ പറയാം. പേഴ്സണലി ആയിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ്റെ ആണ്. പിന്നെ അതുപോലെ ഇതിൽ അഭിനയിച്ച ക്യാരക്ടറുകൾ എടുത്ത് പറയേണ്ട കുറച്ച് ക്യാരക്ടറുകളുണ്ട്. അതായത് നമ്മളെ ബിജു ചേട്ടൻ ചെയ്ത വെച്ചൊരു ക്യാരക്ടർ ഉണ്ട്. അതായത് എന്താ പറയുക, ഒരു ഫാദറിൻ്റെ ക്യാരക്ടറാണ്. ഇമോഷണലി നമ്മളെ ഫാദറിനെ എടുത്തിട്ട് കണക്റ്റ് ആവുന്ന ഒരു ക്യാരക്ടറുകൾ കുറേ എണ്ണം ഉണ്ട്. അതുപോലെ നമ്മൾ ആഷിർ ബ്രോ പറയുകയാണെങ്കിൽ എല്ലാ ചെക്കന്മാർ പടം തൂക്കിന്ന് തന്നെ പറയാം. നമ്മളെ ചെക്കന്മാർ പടം തൂക്കിന്ന് തന്നെ പറയാം. അതായത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി, എല്ലാവരും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ആഷിർ ബ്രോനെ നമ്മൾ കണ്ടിട്ടെന്ന് വെച്ചാൽ ഒരു കൊമേഡിയൻ എന്നുള്ള ഒരു നടൻ്റെ മാതിരിക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളത് യൂട്യൂബിലും കാര്യങ്ങൾ. ബട്ട് നമ്മൾ ഇൻ്റർവെല്ലിന് ശേഷം നമ്മൾ ആഷിർ ബ്രോ ഇവിടെ തട്ടിക്കണ കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ എന്നുള്ളൊരു രീതിയിൽ എത്തിക്കുന്ന ഒരു രീതിയിലുള്ള സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഞാൻ പിന്നെ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഒരു സ്കൂൾ സീനിൽ ഒരു എൻട്രി സോങ് വരുന്നുണ്ട്. അതായത് നമ്മളെ കലാപമണി ചേട്ടൻ്റെ അങ്ങനത്തെ ഒരു സോങ് വരുന്നുണ്ട്. ആ ടൈമിൽ തിയേറ്ററിൽ ഉണ്ടായ ഒരു ഓളുണ്ട്, കൈയടിക്കുന്ന ഒരു ഓളുണ്ട്. അതായത് നമ്മളെ കലാപചേട്ടൻ്റെ ഒരു സോങ് നമുക്ക് കിട്ടിയെന്ന് തന്നെ പറയാം. ഒരു 15 സെക്കൻഡ് ആണെങ്കിൽ പോലും 15 സെക്കൻഡ്. അതുപോലെ എടുത്തു പറയേണ്ട അടുത്തൊരു ക്യാരക്ടർ ആണെങ്കിൽ ഒരു പോലീസിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. ആരാ എന്താന്ന് ഞാൻ പറയണേ, കൂടുതലായിട്ട് ഞാൻ പടത്തിൻ്റെ വിശേഷങ്ങൾക്ക് പോണേ. ആ മൂവി നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് മസ്റ്റായിട്ട് കാണാമെന്ന് പറഞ്ഞാൽ മസ്റ്റ് മൂവി. അതായത് പിന്നെ എൻഡിൽ, അതായത് പടത്തിൽ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പടത്തിൻ്റെ എൻഡിൽ ഒരു ട്വിസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ പടത്തിനെ കുറിച്ചിട്ട് അടുത്ത് പറയുകയാണെങ്കിൽ നമ്മളെ ബിജു ചേട്ടൻ, ഞാൻ എപ്പോഴും പറയുന്നത് ബിജു ചേട്ടനെ നമ്മൾ കൊമേഡിയൻ നടൻ എന്നുള്ള രീതിയിൽ മാത്രമേ നമ്മളെ കോൺസെപ്റ്റിൽ ഉണ്ടായിരുന്നത്. ബട്ട് മൂപ്പരാൾ ഒരു ക്യാരക്ടർ ഇതിൽ ചെയ്ത് വെച്ചിരുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരുന്നത്. ഒരു ഫാദറിൻ്റെ ക്യാരക്ടർ ഞാൻ വീണ്ടും പറയുകയാണ്. പിന്നെ പടത്തിനെ കുറിച്ച് ഓൾ ഓവറായിട്ട് പറയുകയാണെങ്കിൽ മ്യൂസിക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. അതായത് കൊടുക്കേണ്ടടുത്ത് മ്യൂസിക്കും കാര്യങ്ങളും കൊടുത്തിരിക്കണം. അതുപോലെ ക്യാരക്ടറോട് ഇനിയും പറയുകയാണെങ്കിൽ നമ്മളെ പാൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ള പേജ് ഉണ്ട്. ആദ്യത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്, 15 സെക്കൻഡ് ആയിട്ടുള്ളൂ എന്ന് തോന്നണേ. ബട്ട് മൂപ്പരാൾ അതിൽ പറഞ്ഞ കുറച്ച് ഡയലോഗ്സും കാര്യങ്ങളുണ്ട്, കോമഡി സീൻസ് ഉണ്ട്. അതുപോലെ അടുത്ത കോമഡി സീൻസ് പറയുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമഡി സീൻ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു കോമഡി സീൻസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ചിരിക്കാനുണ്ട്. അപ്പോൾ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ പേഴ്സണലി ആയിട്ടുള്ള ഒപ്പീനിയൻ.